ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൂബെറി ബൺ അല്ലെങ്കിൽ ഡാനിഷ് ബ്രിയോഷിൻ്റെ റെസിപ്പി നോക്കാം. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതിനായിട്ട് ഞാൻ ചെറിയ ചൂടുള്ള 1/4 കപ്പോളം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ ഈസ്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈസ്റ്റ് ഒന്ന് പ്രൂഫ് ചെയ്ത് നോക്കിയ ശേഷം വേണം പൊടി ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 4 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഈ സ്പാച്ചുല വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കണേ. കുഴച്ച് വരുമ്പം നിങ്ങൾക്ക് ആവശ്യവും തോന്നുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഈ മാവിൻ്റെ മുകളിലും പാത്രത്തിൻ്റെ സൈഡിലും ഒക്കെ കുറച്ച് എണ്ണയൊന്ന് തടവിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊരു ഡബിൾ സൈസ് ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ഡബിൾ സൈസ് ആയിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡബിൾ സൈസ് ആകുന്നിടം വരെ പ്രൂഫ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ കുഴച്ചൊന്നെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബണ്ണിൻ്റെ വേണ്ടിയ വലുപ്പത്തിനുള്ള സൈസിൽ നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഒരേപോലെ സൈസുള്ള ബൺ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെഷർ ചെയ്ത് ഏകദേശം ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ റോളുകളാക്കി വെച്ചിട്ട് ഇത് നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയ ക്രീം ചീസിൻ്റെ മിക്സ് റെഡിയാക്കാം. ഞാൻ ഇതിനായിട്ട് 1 കപ്പോളം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും ഒരു മുട്ടയും ഒരു 4 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റർ വെച്ച് വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ഇതുപോലെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്കിതിൽ ചെറിയൊരു കുഴി പോലെ വരുത്തണം. അതിനായിട്ട് ഈ ഗ്ലാസിൻ്റെ അടിയിൽ ചെറുതായിട്ട് പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഞാനിപ്പോൾ ഒരു കോണിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്ലൂബെറി ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ബ്ലൂബെറി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബെറിയാണോ അവൈലബിൾ ഉള്ളത് അതുപോലെ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ഗോൾഡൻ കളർ അതിൻ്റെ ഔട്ട് സൈഡിൽ കിട്ടാനായിട്ട് നമുക്ക് ഒരു എഗ് മിക്സ് അതിൽ ഇങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു മുട്ടയിൽ ഒരു 1/4 ടീസ്പൂണോളം പാൽ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 350 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 18 to 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ ഇത് റെഡിയാവും. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ വിതറി കൊടുത്താൽ അതിന് നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ഈ ബ്ലൂബെറി ബൺ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ബ്ലൂബെറി കഴിക്കാത്ത പിള്ളേരൂടെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കും. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ക്രീമിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.